നമസ്തേ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലൊരു കേസ്, സഫിയ എന്ന സ്ത്രീ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ ലോയിലെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന 2 സെക്ഷൻസ്. സഫിയ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ സഫിയ എന്ന് പറഞ്ഞ സ്ത്രീ, അവർക്കൊരു 50 അടുത്ത് പ്രായം കാണണം. ആ സ്ത്രീ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് നോൺ മുസ്ലിമായി വേറൊരു മതം സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള സ്ത്രീയാണ്. എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്നൊരു സംഘടനയൊക്കെ ഉണ്ട്, അതിനകത്തെ മെമ്പറാണ്. അപ്പോൾ മുസ്ലിം സ്ത്രീ അല്ലാതിരുന്നിട്ട് പോലും അവരുടെ ഇൻഹെറിറ്റൻസ് നിയമങ്ങൾ, സ്വത്ത് പിന്തുടർച്ചാവകാശ നിയമങ്ങളൊക്കെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പേഴ്സണൽ ലോ, ശരീഅത്ത് നിയമം സ്ത്രീവിരുദ്ധമാണ് പലപ്പോഴും. അതിനൊരു ഒന്നാന്തരം എക്സാമ്പിളാണ് ഈ കേസ്. ഇവർക്കാകെ ഒരു മകളാണുള്ളത്. മകൾക്ക് 24 വയസ്സായി. നേരത്തെ തന്നെ ഇവർ ഡൈവോഴ്സ് ആയതാണ്. അപ്പോൾ ഇവരുടെ സ്വത്ത് ആകെ ഒരു മകളാണെന്ന് ഓർക്കണം. ശരീഅത്ത് നിയമം അനുസരിച്ച്, പേഴ്സണൽ ലോ അനുസരിച്ച് ഒരു മകളെ ഉള്ളെങ്കിൽ തൻ്റെ അമ്മയുടെ സ്വത്തിൻ്റെ പകുതി ബ്രദറിന് പോകണം. പകുതി മാത്രമാണ് മകൾക്ക് കിട്ടുക. ഇതൊരു വിവേചനമാണ്. മറ്റു മതങ്ങളിൽ മക്കൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരുപോലെയാണ്, വിവേചനമില്ല. അതേസമയം മുസ്ലിമിൽ ആണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ മുഴുവൻ തുകയും ആൺകുട്ടിക്ക് പോകും. ഉള്ളതൊരു പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്ക് പകുതി മാത്രമേ പോകൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വത്ത് സ്ത്രീകൾക്ക് പോകരുത്, പൂർണ്ണമായിട്ടും പോകരുത്, പകുതി മാത്രമേ പോകാവൂ. ശരിക്കും സ്ത്രീ വിരുദ്ധമായൊരു നിയമമാണ്. അതുകൂടാതെ മറ്റൊരു സെക്ഷനും ഈ മുസ്ലിം പേഴ്സണൽ ലോയിലുണ്ട്. മറ്റൊരു നിയമവുമുണ്ട്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിനകത്ത് ബ്രദറിന്, അതായത് ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ, 2 മക്കളുണ്ടെങ്കിൽ, ആ മക്കൾ ബ്രദറിന് കിട്ടുന്ന അത്രയും ഓഹരി അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം സിസ്റ്ററിന് കിട്ടുന്നില്ല. ഈ 2 നിയമങ്ങൾ. അപ്പോൾ മുസ്ലിം അല്ലാതിരുന്നിട്ട് പോലും ഈ സ്ത്രീക്ക് ഈ പേഴ്സണൽ ലോ പിന്തുടരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പലരും ഈ പേഴ്സണൽ ലോയിലെ സ്ത്രീ വിരുദ്ധത മറികടക്കാൻ വേണ്ടി നമ്മുടെ മാരേജ് ആക്ട് പ്രകാരം മെയിൻ സ്ട്രീമിൽ ഉള്ള വിവാഹ രീതിയിൽ രജിസ്ട്രേഷൻ നടത്തിയാൽ പോലും ഈ പേഴ്സണൽ ലോയുടെ പിടുത്തം അത് വിട്ടുമാറില്ല. അതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ മുസ്ലിങ്ങൾക്ക് 2 എക്സെപ്ഷൻ, അതായത് എക്സ്ക്ലൂസീവായിട്ട് 2 പ്രൊവിഷൻസ് ഉണ്ട്. അത് സെക്ഷൻ്റെ പേര് സെക്ഷൻ 56 പറയുന്നത് ടെസ്റ്റമെൻ്ററി സക്സഷൻ. ടെസ്റ്റമെൻ്ററി സക്സഷൻ മുസ്ലിം സ്ത്രീകൾക്ക് നൽകുന്നില്ല. മറ്റെല്ലാവർക്കും ടെസ്റ്റമെൻ്ററി സക്സഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വിൽപ്പത്രം എഴുതി ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു, ആ ടെസ്റ്റേറ്ററുടെ സൗകര്യം പോലെ നിയമപ്രകാരം മക്കൾക്കോ മറ്റാർക്കോ ഈ സ്വത്ത് കൊടുക്കാം. ടെസ്റ്റമെൻ്ററി അല്ലാത്ത ഡിവിഷൻ, ഇൻഹെറിറ്റൻസ്, അതായത് സക്സഷൻ ആക്ടിൽ പറഞ്ഞു. അപ്പോൾ ഈ 56 പ്രകാരം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ആണെങ്കിൽ
ടെസ്റ്റമെൻ്ററി സക്സഷൻ പറ്റുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സെക്ഷൻ, ആ സെക്ഷൻ പറയുന്നത്, സെക്ഷൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ആ സെക്ഷൻ 15, അതെ സെക്ഷൻ 15, സെക്ഷൻ 15 ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ സെക്ഷൻ 15 പറയുന്നു, മുസ്ലിമിൻ്റെ ടെസ്റ്റമെൻ്ററി അല്ലാത്ത സക്സഷൻ, അതായത് സക്സഷൻ ആക്ട്, വിൽപത്രം എഴുതാതെ വരുന്ന സക്സഷൻ നിയമങ്ങൾ, ഇൻഹെറിറ്റൻസ്, അങ്ങനെയാണെങ്കിലും ബാധകമല്ല, മുസ്ലിമിന് ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റമെൻ്ററി ആണെങ്കിലും നോൺ ടെസ്റ്റമെൻ്ററി ആണെങ്കിലും, ഇൻഡസ്റ്റേറ്റ് ആണെങ്കിലും അല്ലെങ്കിലും സെക്ഷൻ 15 സെക്ഷൻ 56 ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ 2 സെക്ഷൻസാണ്. അവിടെ പറയുന്നുണ്ട് ഈ 2 സെക്ഷൻസും മുസ്ലിംസിന് ആപ്ലിക്കബിൾ അല്ലെന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീയുടെ വിഷയം, ഈ സ്ത്രീ ഒരു മുസ്ലിം അല്ല എന്ന് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തതാണ്. എന്നിട്ടും മുസ്ലിം അല്ലാതിരുന്നിട്ടും ഈ സ്ത്രീക്ക് ഈ സക്സഷൻ ആക്ട് പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യം മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല, കാരണം അവർ ചൂസ് ചെയ്തതാണ് പേഴ്സണൽ ലോ. ഇത് മുസ്ലിം അല്ല എന്ന് പരസ്യമായി ഡിക്ലെയർ ചെയ്തിട്ട് മുസ്ലിം അല്ലാതായി തീർന്ന ഒരു വ്യക്തിയാണ്, അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല. അപ്പോൾ ഈ സെക്ഷൻ 15 സെക്ഷൻ 56 സ്ത്രീ വിരുദ്ധത, ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം, അതിനെതിരെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് യൂണിഫോം സിവിൽ കോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരവസ്ഥ ഒരു സ്ത്രീക്കും, ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടയാളാകട്ടെ, ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം നമ്മുടെ മതം ഉണ്ടാകുന്നത്, ഞാൻ ജനിച്ചിട്ട് എനിക്കൊരു പ്രായപൂർത്തിയായതിനു ശേഷം എൻ്റെ മതം ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല. ദർ ഈസ് നോ ചോയ്സ്. നമ്മുടെ തലയിലേക്ക് ഇട്ട് തരുന്ന, നമ്മുടെ ജന്മം കൊണ്ട്, ജനനം കൊണ്ട് സൃഷ്ടിക്കുന്നതാണ്, നമുക്ക് കൈവരുന്നതാണ് നമ്മുടെ മതം. ആ മതം എനിക്ക് വേണ്ടാന്ന് വെക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അതെങ്ങനെ? ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ നിയമങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് ഗതികേട് വരില്ലായിരുന്നു. അവരുടെ ഏക മകൾക്ക് അവരുടെ സ്വത്ത് പൂർണ്ണമായിട്ട് എഴുതി കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം പേഴ്സണൽ ലോയിൽ പറഞ്ഞിരിക്കുന്ന, ഇനി ഈ വിൽപത്രം എഴുതാമെന്ന് പറഞ്ഞാൽ അവിടെയും സെക്ഷൻ 56 ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം അനുവദിക്കുന്നില്ല. വിൽപത്രം എഴുതാതെ സാധാരണ രീതിയിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഇൻഡസ്റ്റേറ്റ് ആയിട്ട് പോകാമെന്ന് വെച്ചാൽ അതും സാധിക്കുന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ സ്വത്ത് പൂർണ്ണമായിട്ടും ഇവർ സ്വയം ആർജിച്ച സ്വത്ത് ഇവരുടെ മകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ ദുരവസ്ഥയാണ് ഈ പേഴ്സണൽ ലോ അവർക്കുണ്ടാക്കിയിരിക്കുന്നത്. ഓർക്കണം, ഇവർ മുസ്ലിം അല്ല എന്ന് ഡിക്ലെയർ ചെയ്ത് മുസ്ലിം മതത്തിൽ നിന്നും വേർവിട്ടു പോയ എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന സംഘടനയുടെ ഒരു മെമ്പർ കൂടിയാണ്. അവർക്കാണ് ഈ ഗതികേട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് പ്രോബ്ലം ഇതാണ്. ഒരാൾ ഒരു മതത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ അയാൾ ആ മതം പിന്തുടരുക. ആ മതം മാറാൻ പറ്റും. ഒരു മതവും ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് പേഴ്സണൽ ലോയുടെ വിഷയത്തിൽ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഒരു മുസ്ലിം അല്ലെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. ഒരു മുസ്ലിം മറ്റൊരു മതവിശ്വാസിയായി തീരുവാണെങ്കിൽ ഒരുപക്ഷെ പേഴ്സണൽ ലോ അവർക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് വന്നേക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പേഴ്സണൽ ലോ ഒരു ആപത്താണ്. ഇക്വാലിറ്റിക്കെതിരെ വാളൂങ്ങി നിൽക്കുകയാണ് പേഴ്സണൽ ലോ. അപ്പോൾ ഈ പേഴ്സണൽ ലോ ഇല്ലായ്മ ചെയ്യുവാൻ യൂണിഫോം സിവിൽ കോഡ് വന്നേ പറ്റും. പിന്നെ മറ്റൊരു വിഷയം പറയുന്നത്, ഈ ഒരു മതത്തിൽപ്പെട്ട ഉദാഹരണം എടുക്കുക. എനിക്ക് തന്നെ ഞാൻ തന്നെ അപ്പിയർ ചെയ്തൊരു കേസിൽ ഒരു പരാമർശം ഉണ്ടായത് ഇങ്ങനെയാണ്. ഒരു ഡിവോഴ്സ് കേസിൽ ആ പെൺകുട്ടി ഹിന്ദു മതത്തിലേക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വന്നയാളാണ്. ക്രിസ്ത്യൻ ഹിന്ദുവായ പെൺകുട്ടി. അപ്പോൾ കോടതിയിൽ വെച്ച് എവിഡൻസ് എടുക്കുമ്പോൾ ചോദിക്കുമല്ലോ, നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണ് എന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഹിന്ദുവായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പെൺകുട്ടി പറയേണ്ടി വന്നപ്പോൾ, അപ്പോൾ നിങ്ങൾ ഹിന്ദു അല്ലേ? അതെ, ഞാൻ ഹിന്ദുവാണ്. നേരത്തെ ഹിന്ദു അല്ലായിരുന്നോ? ഞാനൊരു ക്രിസ്ത്യനായിരുന്നു.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ മതം മാറിയതിൻ്റെ തെളിവെന്താണ്? അപ്പോൾ ഏതോ ഒരു ഓർഗനൈസേഷൻ, അതിനുവേണ്ടി പ്രത്യേക ഓർഗനൈസേഷൻസൊക്കെ ഉണ്ട്, അങ്ങനെ മതം മാറിയ കുട്ടിയാണ്, നിയമപ്രകാരം തന്നെ മതം മാറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ മതം മാറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് ആ കൺസേൺഡ് ഓർഗനൈസേഷൻ തയ്യാറാകുന്നില്ല. തയ്യാറായിട്ട് കിട്ടിയപ്പോൾ പോലും, കിട്ടുകയാണെങ്കിൽ പോലും കോടതി അത് അംഗീകരിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ മതം മാറ്റം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നോ ഹിന്ദുവിലേക്ക് മതം മാറി വരുവാൻ ഒത്തിരി കടമ്പകളാണ്, ഒത്തിരി ക്വസ്റ്റ്യൻ മാർക്കുകളുണ്ട്. കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ജുഡീഷ്യറിയുടെ നിലപാട് അതാണ്. അത് കർക്കശമാണ്. പണ്ട് മുതൽ തന്നെ ഹിന്ദുവിലേക്ക് മതം മാറി വരുമ്പോൾ വളരെ കർക്കശമാണ്. അതേസമയം ഹിന്ദുവിൽ നിന്നൊരു ക്രിസ്ത്യാനിയാകാനോ ഹിന്ദുവിൽ നിന്ന് മുസ്ലിം ആകാനോ അവരുടേതായ രീതികളുണ്ട്. അതൊക്കെ കോടതി അംഗീകരിച്ചിരിക്കുന്ന രീതികളാണ്. ഇവിടെ നമുക്ക് വ്യക്തമായ നിയമമില്ലാത്തതുകൊണ്ട് ഒരു ഹിന്ദുവിസത്തിലേക്ക് ഒരു ക്രിസ്ത്യാനിറ്റി ഫോർമലായിട്ട് വരാനും വിവാഹം കഴിക്കാനും വിവാഹത്തിന് ശേഷം വിവാഹമോചനം നടത്താൻ പോലും വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്. ഈ ഒരു അരക്ഷിതാവസ്ഥ ഹിന്ദുമതത്തിലേക്ക് മറ്റു മതക്കാർ വന്നു ചേരുന്നതിൽ ഒരു വിഘാതമായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിലെന്തെങ്കിലും തിരുത്തലുകളുണ്ടെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഏതായാലും പേഴ്സണൽ ലോ ഇന്ന് സ്ത്രീക്ക് ഒരു വെല്ലുവിളിയാണ്, ഒരു ആപത്താണ്. ഒരേ ഒരു മാർഗം യൂണിഫോം സിവിൽ കോഡാണ്. നമ്മുടെ സർക്കാർ വളരെ കാലമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതുവരെ നിയമമായിട്ടില്ല. വഖഫ് വരെ 370 എടുത്ത് കളയാമെങ്കിൽ പിന്നെയാണോ പേഴ്സണൽ ലോ? അല്ലെങ്കിൽ UCC എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ഭരണഘടനാ ചർച്ചകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഭരണഘടനാ നിർമ്മാണ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി വായിക്കണം. ആ ഹിസ്റ്ററി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന 3 വാക്ക് എഴുതാൻ പോലും അതിനെക്കുറിച്ച് പഠിക്കാനും ചർച്ചകൾ ചെയ്യാനുമായിട്ട് വളരെയധികം ദിവസങ്ങൾ ചെലവഴിച്ചു. യൂണിഫോം സിവിൽ കോഡിനെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി വളരെയധികം ചിന്തിച്ചു, ചർച്ച ചെയ്തു. അവസാനമാണ് ആ ചർച്ചയൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും മുസ്ലിം മെമ്പേഴ്സ് അവർ UCCക്ക് എതിരായിട്ട് വാദിച്ചു. അവരുടെ വാദഗതികൾ പലപ്പോഴും ബാലിശമായിരുന്നു. അതിനോടൊന്നും അംബേദ്കറോ മറ്റ് ഭരണഘടനാ ശില്പികളോ അതിനോട് യോജിച്ചിരുന്നുമില്ല. പക്ഷേ എല്ലാ മുസ്ലിം പൊതുവെ 90-95% ഒരാളോ മറ്റോ അതിനെ അനുകൂലിച്ചെന്ന് സംശയമുണ്ട്. ബാക്കി എല്ലാവരും UCCക്ക് എതിരായിരുന്നു. ഇതിനകത്തൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, UCCക്ക് എതിരായി അന്ന്, അതായത് 1947 മുമ്പാണെന്ന് ഓർക്കണം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്നതിന് മുമ്പാണ്. അന്ന് UCCക്കെതിരെ നിന്ന മുസ്ലിംസ് എല്ലാം പിന്നീട് പോയത് പാകിസ്ഥാനിലേക്ക്. അവർ ഇന്ത്യയിലേക്ക് വരാൻ കൂട്ടാക്കാത്തവരാണ്. അങ്ങനെയുള്ളവരാണ് UCCക്കെതിരെ നിന്നത്. അങ്ങനെ അന്നത്തെ ഒരു പാകിസ്ഥാൻ ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോ പാകിസ്ഥാൻ ചിന്താഗതിക്കാരാണ് UCCയെ എതിർക്കുന്നത്. അന്ന് കോൺഗ്രസ് UCCയെ അനുകൂലിക്കുകയാണെങ്കിൽ ഇന്ന് UCCയെ കോൺഗ്രസ് അപ്പാടെ എതിർക്കുകയാണ്. അന്ന് കോൺഗ്രസ് എന്തൊക്കെയാണോ അനുകൂലിച്ചിരുന്നു അതിനെ പലപ്പോഴും ഇന്ന് കോൺഗ്രസ് എതിർക്കുകയാണ്. കോൺഗ്രസ് രാജ്യവിരുദ്ധ ശൈലിയിലേക്ക് മാറിപ്പോകുന്നതിൻ്റെ, വോട്ട് ബാങ്കിനോട് മാറിപ്പോകുന്നതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണിതൊക്കെ. അപ്പോൾ നമുക്ക് ഒരു UCCക്ക് വേണ്ടി, നമ്മളുടെ വനിതകൾക്ക് വേണ്ടി, അവർക്ക് ഇക്വാലിറ്റി കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേസിൽ, സഫിയ കേസിൽ നല്ലൊരു വിധിയുമായിട്ട് നമ്മുടെ സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.